കഴിഞ്ഞ ദിവസത്തെ പിണറായി വിജയൻ്റെ പത്രസമ്മേളനം 2 തവണ കണ്ടു നോക്കിയ ഒരാളാണ് ഞാൻ. യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് അടർത്തിയെടുത്ത് തെറ്റായ വ്യാഖ്യാനങ്ങളും ആഖ്യാനങ്ങളുമായി നരേറ്റീവുകളുമായി നമ്മുടെ മാധ്യമങ്ങളിൽ ചർച്ചകൾ നിറയുന്നത് എങ്ങനെ എന്നുള്ളത് കണ്ട് അത്ഭുതപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതിലാദ്യം ഞാൻ കണ്ടൊരു ചർച്ച എന്ന് പറയുന്നത് നമ്മുടെ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാടാണ്. അപ്പോൾ ആ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാടിൽ ആ ചർച്ച കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യം, പഴയ ഒരു ഇടതുപക്ഷ സഹയാത്രികനും നമ്മുടെ VS അച്യുതാനന്ദൻ്റെയൊക്കെ IT ഉപദേഷ്ടാവുമായിരുന്ന ഒരു ജോസഫ് സി മാത്യു ഉണ്ട്. അദ്ദേഹം സാധാരണയായി വളരെ സെൻസുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്ന ഒരാൾ തന്നെയാണ്, വളരെ ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ പിണറായി വിരുദ്ധത തലക്ക് പിടിച്ചതുകൊണ്ടാണോ എന്നുള്ളത് അറിയില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വളരെ ബുദ്ധിപരമായി ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്തതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യൻ വളരെ ചെറിയ സാഹചര്യങ്ങളിൽ നിന്ന് വന്ന, ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ നിന്ന് വന്ന ഒരാൾക്ക് എങ്ങനെയാണ് 20 കോടി രൂപ നിസ്സാരമായി തോന്നുന്നത് എന്നുള്ളതാണ്. അതിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾ നമ്മൾ കേട്ടാൽ 20 22 കോടി രൂപയ്ക്ക് എങ്ങനെ നിസ്സാരമായി തോന്നുന്നതെന്നാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൃത്യമായിട്ട് എമൗണ്ട് പോലും ശ്രദ്ധിച്ചിട്ടില്ല. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ എമൗണ്ടിൽ പറഞ്ഞേക്കുന്നത് 20.5 കോടി രൂപ എന്നാണ്. യഥാർത്ഥത്തിൽ ഇത് എത്രമാത്രം പൊള്ളത്തരമാണ്, അവാസ്തവമാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൽ ഇപ്പോൾ ആ പ്രസ് റിലീസിൽ തന്നെ പറഞ്ഞേക്കുന്നൊരു കാര്യം, 20.5 കോടി രൂപ ഹാൻഡ് റിട്ടൺ അക്കൗണ്ട്സ് എന്നും പറഞ്ഞിട്ടുണ്ട്, ഹാൻഡ് റിട്ടൺ നോട്ട്സും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ലൂസ് ഷീറ്റ് ആയിട്ടുള്ള നോട്ട്സുകളിൽ വീണ വിജയൻ എഴുതി വെച്ചിരുന്ന കുറിപ്പുകൾ ഇവർ കണ്ടെടുക്കുകയും അതൊക്കെ കൂടി കൂട്ടി നോക്കിയപ്പോഴത്തേക്കും 20.5 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നു എന്ന് പറയുന്ന നിഗമനത്തിലേക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എത്തുകയൊക്കെ ചെയ്തു. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിലുള്ള പല നിഗമനങ്ങളൊക്കെ നേരത്തെയും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ പ്രബീർ പുർക്കായസ്ഥനെ അറസ്റ്റ് ചെയ്തപ്പോൾ 86 കോടി രൂപ വിദേശത്ത് ഇങ്ങോട്ട് വന്നു എന്നുള്ളതിലേക്കാണ് അവർ കണ്ടെത്തിയിട്ടുണ്ടായത്. പക്ഷേ ഏറ്റവും ഒടുവിൽ കോടതി വിധിയുണ്ടായപ്പോൾ അദ്ദേഹത്തിനെ കുറേ ദിവസം ജയിലിലിട്ടു. പക്ഷേ കോടതി വിധിയുണ്ടായത് ഇത് ഗ്രോസ് മിസ്യൂസ് ഓഫ് ലോ എന്നാണ്. എന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ അങ്ങേയറ്റത്തെ മൊത്തമായിട്ടുള്ള ദുരുപയോഗം എന്നാണ് കോടതി പിടിച്ചിട്ടുള്ളത്. അതുപോലെ അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസിലുമൊക്കെ കണ്ടു. അപ്പോൾ ഇതുപോലെ കഥകളൊക്കെ ഉണ്ടാക്കാൻ വളരെ മിടുക്കന്മാരായിട്ടുള്ള ആളുകളാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പോലും ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ പത്രസമ്മേളനത്തിൽ കൃത്യമായിട്ട് ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടില്ല. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറഞ്ഞിട്ടുണ്ട് വരവിൽ കവിഞ്ഞ് അവർക്ക് അറിവുള്ളിടത്തോളം വെച്ച്, അതായത് സാധാരണ അറിയാവുന്ന ഇൻകത്തേക്കാൾ കൂടുതൽ പണം അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ 2-3 കാര്യങ്ങളെന്ന് പറയുന്നത്, അദ്ദേഹം കൃത്യമായി പറഞ്ഞത്, ഈ പറയുന്ന വീണ വിജയൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ, ആ ചെറുപ്പക്കാരി, അവർ ഒരു വലിയ തോതിൽ സമ്പത്തുള്ള ഒരാളല്ല എന്നുള്ളതാണ് ഒന്നാമതായി പറഞ്ഞത്. കൂടാതെ അവർ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പണമിടപാടുകളൊക്കെ തന്നെ അത്ര വലിയ പണമിടപാടുകളല്ല ഒരു ബിസിനസ് വെച്ച് നോക്കിയാലെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൃത്യമായി ഉദ്ദേശിച്ചത് 10 ലക്ഷം രൂപയും അതുപോലെ തന്നെ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് 10 ലക്ഷം രൂപയുടെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റാണ് നടത്തിയിട്ടുള്ളത്. കൂടാതെ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പണം എന്ന് പറയുന്നത് മാസാമാസം 5 ലക്ഷം രൂപ അവരുടെ കമ്പനിയിലേക്ക് 3 ലക്ഷം രൂപ നേരിട്ടുമാണ്. അപ്പോൾ അത്തരത്തിൽ 8 ലക്ഷം രൂപയാണ്. അതൊന്നും വലിയ എമൗണ്ടുകളല്ലല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് വേൾഡിൽ നിന്ന് നോക്കുമ്പോൾ എന്നുള്ളതാണ് പിണറായി വിജയൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഈ പറയുന്ന വാദകത്തെ ഉടനെ തന്നെ എടുത്ത് പ്രസ് റിലീസിലെ 20 കോടിയുമായി ചേർത്ത് വെച്ച് 20 കോടി രൂപ യഥാർത്ഥത്തിൽ വളരെ ചെറുതാണ് എന്നുള്ളത് പിണറായി വിജയന് തോന്നണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു 1000 2000 കോടി ഉണ്ടാവില്ല. ഇത്രയും കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞില്ല, പക്ഷെ അങ്ങനെ ഉണ്ടാവില്ല എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസംഗം അദ്ദേഹം ഇതിൽ നടത്തുകയും ആങ്കറായിട്ടുള്ള സ്മൃതി പരുത്തിക്കാടൊക്കെ തന്നെ അത് മിണ്ടാതെ കേട്ടിരിക്കുകയും ഒക്കെ ചെയ്തു. ജയചന്ദ്ര സാറ് ആ ചർച്ചയിലുണ്ടായിരുന്നു, മുതിർന്ന പത്രപ്രവർത്തകൻ. പക്ഷെ അദ്ദേഹത്തിന് സംസാരിക്കാൻ സമയം ഇതിൻ്റെ ഇടയ്ക്ക് എന്തായാലും കൊടുക്കില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഏതാണ്ട് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ഒരു കാര്യമാണ്. ഈ ജോസഫ് സി മാത്യുവിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഈ 20 കോടി നിസ്സാരം എന്നുള്ളത് പിണറായി പറഞ്ഞു എന്ന് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വളരെ ദൂരവ്യാപകമായിട്ടുള്ളൊരു വ്യാഖ്യാനം അദ്ദേഹം ഈ പറയുന്ന പോലെ വളരെ ദൂരത്തുള്ളൊരു വ്യാഖ്യാനം കണ്ടുപിടിച്ച് കൊണ്ടുവരികയാണ് ചെയ്തത്. അല്ലാതെ പിണറായി ഒരിക്കലും 20 കോടി രൂപ നിസ്സാരം എന്നുള്ളത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ഈ ചർച്ച കണ്ട് ഞാനൊക്കെ അത്ഭുതപ്പെട്ട് ഇരിക്കുമ്പോഴാണ്, കാരണം ഈ 2 തവണ ആ പത്രസമ്മേളനം വളരെ കൃത്യമായി കാണുകയും അതിൻ്റെ വെർബാറ്റം മുഴുവനായും എഴുതിയെടുക്കുകയും
അതിൽ അദ്ദേഹം ഏറ്റവും ആദ്യം വിലക്കയറ്റം, നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ക്ഷേമ പ്രസ്ഥാപനങ്ങളിലെ അന്തേവാസികൾ മുതൽ 33,000 കോടിയും 22,000 കോടി രൂപ ടാക്സ് റവന്യൂ വന്നതുപോലെ കാലടി സർവകലാശാലയിലെ പ്രശ്നം മുതൽ തന്നിഷ്ടപ്രകാരം VC-മാരെ തന്നിഷ്ടപ്രകാരം ഗവർണർ നിയമിക്കുന്നതിനെക്കുറിച്ച്, ഗവർണറുടെ അമിതാധികാരത്തിനെതിരെ പരസ്യമായി പറയണം എന്നുള്ളതിനെക്കുറിച്ച് എല്ലാം തന്നെ വളരെ കൃത്യമായി ഒരു വെർബാറ്റം എഴുതിയെടുത്തിട്ടുള്ള ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെ ഒരു നരേറ്റീവ് കേട്ടപ്പോൾ ആ നരേറ്റീവ് കേട്ടിട്ടുള്ള അത്ഭുതം മാറിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു പരിപാടി കാണാൻ വേണ്ടിയിരുന്നു. അപ്പോഴാണ് അടുത്ത അത്ഭുതം ഉണ്ടായത്. കാരണം ഇതേ നരേറ്റീവ് തന്നെ, ഇതേ ഈ പറയുന്ന പോലെ ഒരു ആഖ്യാനം തന്നെ സ്മൃതി പരുത്തിക്കാട് കൂടി യഥാർത്ഥത്തിൽ അവിടെ നിന്ന് വിളമ്പുന്നത് ഞാൻ കേട്ടു. വളരെ ദുഃഖത്തോടു കൂടി പറയട്ടെ, ഇതിൻ്റെ പേര് മാധ്യമ പ്രവർത്തനം എന്നല്ല, ഇതിൻ്റെ പേര് കഥയെഴുത്ത് എന്നുള്ളതാണ്. അത് നമുക്ക് ഭാവനക്കനുസരിച്ച് താല്പര്യപൂർവ്വം എങ്ങനെ വേണമെങ്കിലും തിരിച്ചോ മറിച്ചോ ഒക്കെ തന്നെ എഴുതാവുന്നതാണ്. അതിലൊന്നും ഒരു തെറ്റില്ല, അവരവർക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് വാർത്തയും സത്യവും എന്നുള്ള നിലക്ക് എന്ത് ചെയ്യരുത്, പുറത്തേക്ക് വിടരുത്. ഇപ്പോൾ ഈ പറയുന്ന പോലെ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രീയ ചെറ്റത്തരം ആണ് ജി സുധാകരൻ കാണിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ മനോരമ എഴുതിയതുപോലെ രാഷ്ട്രീയവും വെട്ടിമാറ്റി, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ തരവും വെട്ടിമാറ്റിയിട്ട് ചെറ്റ എന്ന് വിളിച്ചു എന്നുള്ള ഒരു വ്യാഖ്യാനം ജി സുധാകരനെതിരെ കൊടുത്തതുപോലെ അങ്ങേയറ്റം അപലപനീയമായ, അപക്വമായിട്ടുള്ള, അധമമായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണിത്. പിന്നെ നിരീക്ഷകർ എന്നുള്ള നിലയ്ക്ക് ജോസഫ് മാത്യുവിനൊക്കെ എന്തും പറയാം. പക്ഷേ ഇത് അങ്ങേയറ്റം അസംബന്ധമാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞോട്ടെ. അതെൻ്റെ പ്രേക്ഷകരോട് പങ്കിടാൻ വേണ്ടി മാത്രമാണ്, പങ്കുവെക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ എടുത്തത്. ആ തെറ്റുകൾ ആരുടെ ഭാഗത്തും ഉണ്ടാകും, പക്ഷേ യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് അവരെ വിമർശിക്കണം എന്നുള്ളതാണ് എൻ്റെ ബേസിക് പോളിസി. ആ സത്യം പറയുക, അല്ലെങ്കിൽ തെറ്റുപറ്റിയാൽ തെറ്റാണെന്ന് പറയണം. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ അങ്ങേയറ്റത്തെ വളച്ചൊടിക്കലാണ്. ഇത് അധമമായിട്ടുള്ള മാധ്യമ പ്രവർത്തനമാണ്. നിരീക്ഷണം തന്നെ ഈ പറയുന്ന പോലെ കെട്ടുകഥയെ വെല്ലുന്ന നിരീക്ഷണമാണ് ജോസഫ് മാത്യു നടത്തിയിട്ടുള്ളത്.